നമസ്കാരം, ദിസ് ഇസ് സിയാദ് ഇല്ലിക്കൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പണത്തെക്കുറിച്ചാണ്. പണത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, ഇനിയും നമ്മൾ കേൾക്കും. എത്ര കേട്ടാലും ഇനിയും നോളഡ്ജ് വേണം എന്ന ഒരു വിഷയമാണ് പണം. പണത്തെക്കുറിച്ച് പറയുമ്പോൾ രണ്ട് ഭിന്നഭിപ്രായങ്ങളുണ്ട്. ചില ആളുകൾ പറയാറുണ്ട് പണമൊന്നുമല്ല, ആ, മറ്റു മറ്റുള്ള എന്തൊക്കെയാണോ ജീവിതത്തിൽ വലുത്, പണം ഒന്നുമല്ല എന്ന് ചില വിഭാഗം ആളുകൾ പറയാറുണ്ട്. ഈ വിഭാഗം ആളുകൾ തന്നെ രണ്ടായിട്ട് തന്നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന്, ഓൾറെഡി തന്നെ നല്ല രീതിയിൽ പണം ഉണ്ടാക്കിയ ആളുകൾ മേ ബി കുറേ നാളുകൾക്ക് ശേഷം പറഞ്ഞേക്കാം പണം ഒന്നുമല്ല, ജീവിതത്തിൽ ഹെൽത്ത് ആയിരിക്കാം വലുത്, അല്ലെങ്കിൽ സമാധാനമായിരിക്കാം വലുതെന്ന് ഇവർ പറയും. വേറെ ഒരു വിഭാഗം ആളുകൾ ഇതേ ഡയലോഗ് പറയും, അവർ പണം ഒട്ടും ഉണ്ടാക്കാത്ത ആളുകളാണ്. അപ്പോൾ പണം ഒട്ടും ഉണ്ടാക്കാത്ത ആളുകളും പണത്തെ തള്ളിപ്പറയും, അല്ലെങ്കിൽ പണം ഒരുപാട് ഉണ്ടാക്കിയ ആളുകളും മേ ബി പണമല്ല എന്ന് പിന്നീട് റിയലൈസ് ചെയ്തേക്കാം. പക്ഷേ നമ്മുടെ പോയിൻ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ ആദ്യം നമ്മളൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക, അതിനുശേഷം ഫിലോസഫി പറയുക എന്നുള്ളതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇത് ഞാൻ പറഞ്ഞല്ല, ഷാറൂഖ് ഖാൻ പറഞ്ഞാണ്. ഫസ്റ്റ് വി മേക്ക് മണി ദെൻ വി ബിക്കെയിം എ ഫിലോസഫർ. അപ്പോൾ പണം എന്ന് പറയുന്നത് ഒരു എനർജിയാണ്. അപ്പോൾ പണം ഉണ്ടാക്കുക, അതിൻ്റെ പുറകെയാണ് നമ്മളും ഞാനും നിങ്ങളും എല്ലാ ആളുകളും. നമുക്കറിയാം പണം മേ ബി ലൈഫിൽ എല്ലാം അല്ലായിരിക്കാം, പക്ഷേ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിത്തരാനായിട്ട് നമുക്ക് പണം ഉപയോഗിക്കപ്പെടും. അതായത് നല്ലൊരു ചികിത്സ കിട്ടാൻ, നമുക്ക് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ഓൺ ചെയ്യാൻ, അതിനെല്ലാം തന്നെ പണം ഇന്നത്തെ കാലത്ത് കൂടിയേ തീരും. അപ്പോൾ അതുകൊണ്ട് തന്നെ പണം എന്ന് പറയുന്നത്, പണത്തെ അറിയേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ട്രേഡിങ്ങിലൂടെ പണം എന്നുള്ളതാണ് നമ്മുടെ ചാനൽ. ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ചാനലായതുകൊണ്ട് തന്നെ കാണുന്ന ആളുകളും ട്രേഡേഴ്സ് ആകും കൂടുതൽ. അപ്പോൾ ട്രേഡിങ്ങിലൂടെ പണം ഉണ്ടാക്കുക എന്നുള്ളതാണ് ലോകത്തിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള ഒരു സംഗതി. കാരണം ഒരു ബിസിനസ് ചെയ്ത് പണം ഉണ്ടാക്കാനും, അല്ലെങ്കിൽ ഒരു സ്കിൽഡായിട്ടൊരു ജോബ് ചെയ്ത് പണം ഉണ്ടാക്കാനും കുറച്ചും കൂടി എളുപ്പമാണ്. കാരണം അവിടെ എഫേർട്ട് മാത്രം മതി, നമ്മുടെ ഫുൾ ആയിട്ടുള്ളൊരു ഡെഡിക്കേഷൻ മാത്രം മതി എഫേർട്ട് സൈഡിൽ. പക്ഷേ ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ ഇവിടെ എഫേർട്ടിനും സ്ഥാനമുണ്ട്, ഇവിടെ നമ്മളുടെ മെൻ്റൽ സ്ട്രെങ്ത്തിനും അല്ലെങ്കിൽ നമ്മുടെ ഇമോഷനും സ്ഥാനമുണ്ട്. അപ്പോൾ ട്രേഡിങ്ങിലൂടെ പണം ഉണ്ടാക്കാനായിട്ട് രണ്ട് തട്ടുകളും ഒരേപോലെ തന്നെ ഈക്വലൻ്റ് ആയിരിക്കണം. ഒന്ന് നോളഡ്ജ്, രണ്ട് നമ്മളുടെ ഇമോഷണലി കൺട്രോളായിരിക്കുക, ഇമോഷണലി നമ്മൾ സ്ട്രെങ്ത് ആയിരിക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് വേണ്ട ഒരു മേഖല ട്രേഡിങ് മാത്രമാണ്. മറ്റുള്ള എല്ലാ മേഖലയിലും ഇമോഷണലി സ്ഥാനമില്ല എന്നല്ല, ട്രേഡിങ്ങിനെ പോലെ സ്ഥാനമില്ല. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ ചർച്ചാ വിഷയം. അപ്പോൾ ഇതൊരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ നേച്ചർ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയമായിട്ട് ഇഷ്ടപ്പെട്ട ആളുകൾ, അല്ലെങ്കിൽ ഈ വിഷയമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമുള്ള ആളുകൾ ഇനി വീഡിയോ മുന്നോട്ട് കൊണ്ടുപോയാൽ മതി. അതും വളരെയധികം സാവധാനം കണ്ട് കാണുക. കാരണം ഇത് നമ്മുടെ മനസ്സിനെ, ഈ ഒരു വീഡിയോയുടെ ഏതെങ്കിലും ഒരു എലമെൻറ്റ് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ ഉണ്ടാക്കുക, അതുവഴി നമ്മളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ് വീഡിയോയുടെ ഒരു പ്രധാന അജണ്ട എന്ന് പറയുന്നത്. അപ്പോൾ നേരെ കാര്യത്തിലേക്ക് വരാം. ട്രേഡിങ്ങിലൂടെ പണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് നേരെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ബുദ്ധിമുട്ടേറിയ ഒരു സംഗതി തന്നെയാണ്. പണം എന്ന് പറയുന്ന ഒരു എനർജി സോഴ്സാണ്. ഒരു ബിസിനസ് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ പണമുള്ള ആളുകൾ, അവരിലേക്ക് പണം എത്തപ്പെടുകയാണ് ചെയ്തത്. അതായത് പണം ഇവരെ ആകർഷിച്ചു. പണം ഇവർ സ്വന്തമായിട്ട് അച്ചടിച്ചല്ലല്ലോ. പണം ഇവരെ ആകർഷിക്കാനായിട്ട് ഈ പണം കിട്ടിയ ആൾക്ക് എന്തെങ്കിലും ഒരു ക്വാളിറ്റി വേണം. അല്ലാതെ ഈ ലോട്ടറി അടിക്കുക അത് മാറ്റി നിർത്തിയാൽ നമ്മളിലേക്ക് പണം ആകർഷിക്കപ്പെടണമെങ്കിൽ നമുക്ക് ഒരു ക്വാളിറ്റി വേണം. അല്ലെങ്കിൽ പണം നമ്മൾ ആകർഷിക്കാനായിട്ട് നമ്മളിലൊരു ക്വാളിറ്റി വേണം. അതൊരു എനർജിയാണ്. മറ്റുള്ള ഒരാളുടെ കയ്യിലിരിക്കുന്ന പണം നമ്മളിലേക്ക് എത്തണമെങ്കിൽ നമ്മളെ പണം ആകർഷിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ജനറലി പറയുകയാണെങ്കിൽ നമ്മൾ വളരെയധികം പോസിറ്റീവായിട്ടിരിക്കുക എന്നുള്ളത് പണം നമ്മൾ ആകർഷിക്കപ്പെടാനായിട്ട് ഏറ്റവും വലിയൊരു കാര്യമാണ്. അതായത് പണം ഇല്ല എന്ന് നമ്മൾ വീണ്ടും വീണ്ടും പറയുമ്പോൾ അത് ഇല്ലാതാകാനുള്ള സാധ്യതകളാണ് ഏറ്റവും കൂടുതലുണ്ടാകുക. പണമുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുന്നതും നമ്മളിലേക്ക് പണം ആകർഷിക്കപ്പെടും. ട്രേഡിങ്ങിലും ഒരു പരിധിവരെ ഇത് തന്നെയാണ്. ട്രേഡിങ്ങിൽ നമുക്ക് പക്ഷേ രണ്ട് കാര്യങ്ങൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ടെക്നിക്കലി നമ്മൾ നോളഡ്ജ് ഉണ്ടാകണമെന്ന് നേരത്തെ സൂചിപ്പിച്ചു. നമ്മൾ സെബിയുടെ കണക്കുകൾ വരുന്ന സമയത്ത് ഏകദേശം ഒരു 90% ആളുകൾ ലോസ് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഈ 90% ആളുകളെ നമ്മൾ ഓരോ ആളുകളെയും എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൽ ഈ 90% ആളുകളിലെ
98% ആളുകളും അവർ ചെയ്യുന്ന മേഖലയെ കുറിച്ച് കൃത്യമായിട്ട് എഡ്യൂക്കേറ്റ് ആയിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പോരായ്മ. പക്ഷേ ആ ഒരു വിഷയത്തെക്കുറിച്ച് ഇവിടെ ആരും തന്നെ സംസാരിക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ, ട്രേഡ് ചെയ്യാനായിട്ട് നമ്മൾ വരുന്ന സമയത്ത് ഇത് ഒരു മാർക്കറ്റാണല്ലോ. ഈ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന പല പല ഘടകങ്ങൾ, അവരിപ്പോൾ ട്രേഡ് ചെയ്യുന്നത് കമ്മോഡിറ്റിയിലായിക്കോട്ടെ, ഇപ്പോൾ കമ്മോഡിറ്റിയിൽ അണ്ടർലൈങ് ആയിട്ടുള്ള അസറ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ അവർ ട്രേഡ് ചെയ്യുന്നത് ഇൻഡെക്സിലായിക്കോട്ടെ, അല്ലെങ്കിൽ അവർ ട്രേഡ് ചെയ്യുന്നത് സ്റ്റോക്ക് ഓപ്ഷനിലായിക്കോട്ടെ. അപ്പോൾ ഈ ഓപ്ഷൻ, ഇതിൻ്റെ കോൺട്രാക്റ്റ്, ഇതിൻ്റെ ഓപ്ഷൻ ഗ്രീക്സ്, അല്ലെങ്കിൽ ഇതിൻ്റെ കോൺട്രാക്റ്റിൻ്റെ തിരഞ്ഞെടുപ്പ്, ഇതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ട്രേഡ് ചെയ്യുന്നത് ഒരു സ്റ്റോക്ക് ബൈ ചെയ്യുക, അല്ലെങ്കിൽ ഒരു സ്വിംഗ് ട്രേഡ് ആയിക്കോട്ടെ. അപ്പോൾ സ്റ്റോക്കിനെ സംബന്ധിച്ചുള്ള ഒരു ഫണ്ടമെൻ്റൽ അനാലിസിസുകൾ, അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ പാരാമീറ്റേഴ്സ്, അല്ലെങ്കിൽ സ്റ്റോക്കിനെ സംബന്ധിച്ചുള്ള ഒരു ടെക്നിക്കലായിട്ടുള്ള ഒരവസ്ഥ, ഈ പ്രൈസ് ഏത് രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്, അല്ലെങ്കിൽ പ്രൈസ് എവിടെയാണ് ഇതിൻ്റെ റിജക്ഷൻ, എവിടെയാണ് ഇതിൻ്റെ ഒരു അക്യുമുലേഷൻ സ്റ്റേജ്, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോക്കിൻ്റെ സപ്ലൈ സോണ് എവിടെയാണ്, ഇതിൻ്റെ ഇൻഡെപ്തായിട്ടുള്ള കാര്യങ്ങൾ മാറ്റി നിർത്തിയാൽ കൂടിയും ഇതിൻ്റെ ഏറ്റവും പ്രിലിമിനറി ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പോലും നമുക്ക് ഈ പറയുന്ന ലോസ് ഉണ്ടാക്കുന്ന ആളുകൾ പൂർണ്ണമായിട്ടും ഇവർ എഡ്യൂക്കേറ്റഡ് അല്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. പക്ഷേ ആ ഒരു വിഷയത്തെക്കുറിച്ച് ഇവിടെ നമ്മൾ ആരും സംസാരിക്കുന്നില്ല. അപ്പോൾ ആദ്യം ട്രേഡിങ്ങിലൂടെ പണം ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടത് ഈ മേഖലയെ കുറിച്ച് നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇന്ന് ട്രേഡിങ് എഡ്യൂക്കേഷൻ കിട്ടാനായിട്ട് ഒരുപാട് ഫ്രീ ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് അവൈലബിളാണ്. യൂട്യൂബ് വീഡിയോസ്, ബുക്സ്, അത് ഇഷ്ടപ്പെട്ട ലാംഗ്വേജിൽ, അല്ലെങ്കിൽ ChatGPT പോലെയുള്ള അഡ്വാൻസ്ഡ് സംവിധാനം, അല്ലെങ്കിൽ ഓഡിയോ പോഡ്കാസ്റ്റുകൾ. ഇത് ഒന്നും തന്നെ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ മാത്രം നിങ്ങളൊരു കോഴ്സ് എടുത്താൽ മതി. ഇത് പറ്റിയാൽ നിങ്ങൾക്ക് ആ ഫസ്റ്റ് ചോയ്സായിട്ട് അതിനെ വെക്കാം. ഇനി അത് കൃത്യമായിട്ട് തന്നെ നമ്മൾ പഠിക്കുക എന്നുള്ളത് വളരെയധികം പ്രാധാന്യം ഉള്ള ഒരു സംഗതിയാണ്. രണ്ടാമതാണ് ഇതിൻ്റെ ഒരു ഇമോഷണൽ പാർട്ട് എന്ന് പറയുന്നത്. ഇമോഷണൽ പാർട്ട് എന്ന് പറയുന്നത്, ഈ ആദ്യത്തെ ഒരു കാര്യം നമുക്ക് ഒരുപാട് സ്ഥലത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്. എന്നാൽ ഇമോഷണലി നമ്മൾ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് നമ്മൾ ഒരു സ്ഥലത്തും പഠിപ്പിക്കുന്നില്ല. ആസ് ഓഫ് നൗ നിങ്ങളൊരു ട്രേഡർ ആവാനായിട്ട് നിങ്ങളെ മെൻ്റലി ഞങ്ങൾ ഫിറ്റ് ആക്കാമെന്ന് പറഞ്ഞ പേരിൽ ഇതുവരെ ആരും ഒരു കോഴ്സ് തുടങ്ങിയിട്ടില്ല. ഒരുപാട് വീഡിയോസ് പക്ഷേ അവൈലബിൾ ആണ്. നമ്മൾ വീഡിയോസിൽ തന്നെ ട്രേഡിംഗ് സൈക്കോളജി എന്ന പേരിൽ പ്ലേലിസ്റ്റ് അവൈലബിൾ ആണ് നമ്മുടെ ചാനലിൽ. എത്രയോ വർഷം മുമ്പ് നമ്മൾ ട്രേഡിംഗ് സൈക്കോളജിനെ കുറിച്ച് പല സമയങ്ങളിലായിട്ടും ഇങ്ങനെ സംസാരിച്ച് പോകുന്നുണ്ട്. കാരണം എൻ്റെ ട്രേഡിങ്ങിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ട്രേഡിംഗ് സൈക്കോളജിയാണ്. കാരണം ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ മാത്രമല്ല ഒരുപാട് ആളുകൾ, ഈ വീഡിയോ കാണുന്ന ആളുകളും എല്ലാം തന്നെ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ എപ്പോഴും പറയാറുള്ള കാര്യം, ട്രേഡിങ് ടെക്നിക്കലാണ്, ട്രേഡിങ് ഫണ്ടമെൻ്റലി ആണ്. പക്ഷേ അതിലുപരി ട്രേഡിങ് എന്ന് പറയുന്നത് നമ്മൾ ഇമോഷണലി നമ്മൾ എത്രമാത്രം സ്ട്രെങ്തൻ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഇമോഷണലി എത്രമാത്രം ഒരാൾ സ്ട്രോങ് ആണ്, അവർ ട്രേഡിങ്ങിൽ വിജയിക്കാനുള്ള സാധ്യതകൾ വളരെയധികം ഏറെയാണ്. അപ്പോൾ ഇമോഷണലി നമ്മൾ ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് അത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു സംഗതിയാണ്. അതായത് ഇപ്പം നമ്മളുടെ ഒരു കുറവ്, നമ്മളൊരു ഓവർ ട്രേഡ് ചെയ്യുന്ന ഒരാളാണെന്ന് സങ്കല്പിച്ചോ. ഒരാൾ ഒരു ദിവസം ഓവർ ട്രേഡ് ചെയ്യുന്ന പല ആളുകളുടെയും ഓവർ ട്രേഡിൻ്റെ നമ്പർ ഞാൻ കണ്ടിട്ടുണ്ട്. 80ഉം 90ഉം ട്രേഡുകൾ ചെയ്യുന്ന ആളുകളുടെ ഈ ട്രേഡിങ്ങിൻ്റെ ആ ഒരു ട്രാൻസാക്ഷൻ്റെ നമ്പർ കാണുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുമല്ലോ. അപ്പോൾ അതിൽ നിന്ന് അവർക്കൊരു സഡൻ ചേഞ്ച് എന്ന് പറയുന്നത് അത് പോസിബിൾ അല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് ഇമോഷണലി ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അതായത് നമുക്കൊരു ട്രേഡിങ്ങിൽ ഒരു ഹാബിറ്റ്, മോശം ഹാബിറ്റ് ഉണ്ടെന്ന് കരുതുക. അതൊരു സിംഗിൾ ഡേ കൊണ്ട് ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ പോകുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. മനസ്സിലാക്കുക, ഒരു ഹാബിറ്റും അത് ഒരു ദിവസം കൊണ്ട് ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. ഏതൊരു മോശം ഹാബിറ്റും ചേഞ്ച് ചെയ്യണമെങ്കിൽ അത് ഒരു ചേഞ്ച് നടത്തപ്പെടേണ്ടത് ഒരു ചെറിയ പോയിൻ്റാണ് ഒരു ദിവസം. ചെറിയ പോയിൻ്റ് ചേഞ്ച് നടത്തിയാണ് ഒരു വലിയൊരു സ്പാനിലാണ് നമുക്ക് ആ ഒരു ചേഞ്ച് വരുത്താനായിട്ട് സാധിക്കുള്ളൂ. അതായത് ഒരു എയർപ്ലെയിൻ പോകുന്നത് അതിൻ്റെ ഒരു ആംഗിൾ സെറ്റ് ചെയ്തതിന് ശേഷം ഗ്രാജ്വലി അത് മുകളിലേക്ക് പോയി അതിൻ്റെ ഒരു ഡയറക്ഷനിലേക്ക് എത്തപ്പെടുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഒറ്റയടിക്കല്ല പോകുന്നത്. കാരണം ഈ ശീലങ്ങൾ നമ്മൾ ആകുന്നതും അതുപോലെ തന്നെയാണ്. ഇപ്പോൾ നമ്മളൊരു ആളെ ഒരു സ്മോക്കറാണെന്ന് വിളിക്കുന്നത് അയാൾ ഒരു ദിവസം സ്മോക്ക് ചെയ്തുകൊണ്ടോ 2 ദിവസം സ്മോക്ക് ചെയ്തുകൊണ്ടോ അല്ല. അവർ നിരന്തരം സ്മോക്ക് ചെയ്യുന്ന ഒരാളെയാണ് നമ്മൾ സ്മോക്കർ എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളൊരാൾ പറയാറുണ്ട്, ഇവർ വളരെയധികം വർക്കഹോളിക്കാണെന്ന് പറയാറുണ്ട് ചില ആളുകളെ. അപ്പോൾ അയാൾ ഒരു ദിവസം നല്ല രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടല്ലല്ലോ. അവർ സ്ഥിരമായിട്ട് അയാളുടെ പാറ്റേൺ എന്ന് പറയുന്നത് വലിയ തോതിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അത് തന്നെയാണ് ഓവർ ട്രേഡ് എന്ന് പറയുന്നത്. ഓവർ ട്രേഡ് എന്ന് പറയുന്നത് ഒരു ദിവസം ട്രേഡ് ചെയ്തതല്ല. അയാളുടെ പാറ്റേൺ എന്ന് പറയുന്നത്
സ്ഥിരമായിട്ട് അയാൾ ഓവർ ട്രേഡാണ് ചെയ്യുന്നത്. അപ്പോൾ സ്ഥിരമായിട്ട് ഓവർ ട്രേഡ് ചെയ്ത് അയാൾ എത്തി നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഡിക്ലൈൻ സ്റ്റേജിലേക്ക് പോകണമെങ്കിൽ അത് ഒരു സഡൻ ഒരു സിംഗിൾ ഡേ വരുന്ന ചേഞ്ച് അല്ല. സിംഗിൾ ഡേ നമ്മളൊരു ചേഞ്ച് വരുത്താൻ നോക്കിയാൽ നമുക്ക് വലിയൊരു ട്രോമ ഉണ്ടാവും. നമുക്ക് വളരെയധികം മീൻസ് നെക്സ്റ്റ് ഡേ നമ്മൾ ഒരു നല്ല രീതിയിൽ ഓവർ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. നെക്സ്റ്റ് ഡേ അന്ന് ഞാൻ ഇന്നൊരു ഒരു ട്രേഡാണ് ചെയ്യുന്നുള്ളൂ എന്ന് തീരുമാനിക്കുന്നതാണ് ഏറ്റവും പ്രശ്നം. കാരണം ആ ദിവസം അയാളെ സംബന്ധിച്ച് വളരെ ട്രോമയാണ്. പിന്നെ ബാക്ക് ടു നോർമൽ അയാൾ ഇത് സസ്റ്റെയിൻ ചെയ്യില്ല, ബാക്ക് ടു ഓവർ ട്രേഡർ ആവും. അപ്പോൾ ചേഞ്ചസ് വരുന്നത് വളരെയധികം സ്ലോവിലി നിങ്ങൾ ചേഞ്ചസ് വരുത്തുക. നിങ്ങളുടെ ബാഡ് ഹാബിറ്റിൽ നിന്ന് പതിയെ 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 മുക്തി നേടാൻ സാധിക്കും. ഈ മൊബൈൽ അഡിക്ഷനും ഇതുപോലെ തന്നെയാണ്. കാരണം ട്രേഡറെ സംബന്ധിച്ച് ഓൾമോസ്റ്റ് സെയിം സ്ക്രീനിൽ അവർ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഒരാളുടെ ഒരു സ്ക്രീൻ ടൈം എന്നൊക്കെ പറയുന്നത് ഒരു യങ്സ്റ്ററിനെ സംബന്ധിച്ച്, യങ്സ്റ്റർ മാത്രമല്ല കേട്ടോ, എല്ലാ ആൾക്കാരെ സംബന്ധിച്ചും ഒരു സ്ക്രീൻ ടൈം എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഒരു 7 അവറാണ്. കാരണം പണ്ടൊക്കെ നമുക്കൊരു 1 GB മന്ത്ലി യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് 2 GB ഡെയിലി വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സ്ക്രീനിൽ വളരെയധികം അഡിക്റ്റ് ആയിട്ടുണ്ട്. ഈ പല പല ഈ മീഡിയ കമ്പനീസ് എല്ലാം തന്നെ ബില്യൺസ് എല്ലാം തന്നെ ചിലവഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ സ്ക്രീനിൽ ചിലവഴിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സ്ക്രീനിൽ ചിലവഴിക്കാതെ നമ്മൾ ഉറങ്ങുന്ന സമയം അവരെ സംബന്ധിച്ച് നഷ്ടമാണ്. അപ്പം നമ്മൾ ഉറങ്ങാതിരിക്കുക, നമ്മൾ ഇതിൽ ഫുൾ ടൈം എൻഗേജ് ആയിരിക്കുക എന്നുള്ളതാണ് ഇത്തരം കുത്തക കമ്പനികൾക്ക് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാ ആളുകളും ഇതിൽ അഡിക്റ്റഡ് ആണ്. അതുപോലെ തന്നെയാണ് ട്രേഡിങ്ങിലും അഡിക്റ്റഡ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ശ്രദ്ധ എന്ന് പറയുന്നത് വളരെയധികം കുറഞ്ഞു. ഒരു കാര്യം ഒരു ഒരു 10 മിനിറ്റ് ആ കാര്യം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനുള്ള കഴിവ് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു. ഞാൻ വീണ്ടും അണ്ടർലൈനായിട്ട് പറയാം, ഒരു പുതിയൊരു ഒരു നോളഡ്ജ് നിങ്ങൾ പഠിക്കാനായിട്ട് തീരുമാനിച്ചു എന്ന് കരുതുക. വേറെ എല്ലാം മാറ്റി വെച്ച് ആ കാര്യം 10 മിനിറ്റ് തുടർച്ചയായിട്ട് പഠിക്കാനായിട്ടുള്ളൊരു കഴിവ് ഇന്നത്തെ കാലത്ത് ഒട്ടുമിക്ക ആളുകൾക്കും നഷ്ടപ്പെട്ടു. ഇപ്പോൾ കണക്കുകൾ സൂചിപ്പിക്കുന്നത് 3 മിനിറ്റ് മാത്രമാണ് ഒരാൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഒരു കാര്യം പഠിക്കാനായിട്ട് പറ്റുള്ളൂ. കാര്യം അതിനുശേഷം ഡിസ്ട്രാക്റ്റ് ആവും. ഒന്നല്ലെങ്കിൽ മൊബൈലിൽ നോക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചിന്തിക്കും. കാരണം നമ്മൾ ഈ റീൽസ് എല്ലാം തന്നെ കണ്ട് ഒരു റീല് അടുത്ത റീല്, അതായത് നമ്മൾ ആദ്യം കാണുന്ന റീൽ എന്ന് പറയുന്നത് ഒരു ഫുട്ബോൾ കളിക്കാരൻ്റെ ആയിരിക്കും. നെക്സ്റ്റ് റീൽ എന്ന് പറയുന്നത് ഒരു ഫുഡ് കഴിക്കുന്നതായിരിക്കും. അതിന് അടുത്തുള്ള റീൽ എന്ന് പറയുന്നത് ഇതിലൊരു ട്രാവൽ പോകുന്ന ഒരാളുടെ ആയിരിക്കും. അപ്പോൾ നമ്മളുടെ ചിന്ത അങ്ങനെ സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡിൽ മാറി 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 നമ്മുടെ തലച്ചോറ് ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരിക്കുന്നില്ല. കാരണം ആദ്യത്തെ റീല് ടെക്നോളജി, രണ്ടാമത്തെ ക്രിക്കറ്റ്, മൂന്നാമത്തെ ട്രേഡിങ്, നാലാമത്തെ ഫിലിം. ഇത്തരത്തിൽ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ തലച്ചോറിന് പ്രോസസ്സ് ഇത് ആക്ച്വലി ഡേ ബൈ ഡേ ഇതിങ്ങനെ പ്രോസസ്സ് ചെയ്ത് നമുക്കിങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ അത് മാറണമെങ്കിൽ നമ്മുടെ ഈ ഒരു മൊബൈൽ, ഈ ഒരു ഡിജിറ്റൽ ഗാഡ്ജറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഇതിൽ നിന്നൊക്കെ ചെറിയ രീതിയിൽ നമുക്കൊരു മുക്തി വേണം. അതായത് ഇതിൽ നിന്നൊക്കെ നമുക്കൊരു ഇതെല്ലാം തന്നെ മാറ്റി വെച്ച് ഇത് മൊബൈൽ എടുക്കുന്നത് ട്രേഡ് ചെയ്യാൻ, ലാപ്പ് എടുക്കുന്നത് പഠിക്കാൻ എന്നുള്ള രീതിയിൽ നമ്മൾ പതിയെ മാറണം. ഇത് ഞാൻ സ്റ്റിൽ പറയുന്നു, ഇത് ഒരു ദിവസം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സല്ല. ഞാനും ഇതിൽ നിന്നും പൂർണ്ണമായിട്ടൊന്നും മുക്തിയുള്ള ഒരാളൊന്നുമല്ല കേട്ടോ. ഞാനും ഈ പറയുന്ന അഡിക്റ്റും മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ എന്നിലും ഉണ്ട്. ഞാൻ ഒരു സൈൻ്റൊന്നും അല്ലല്ലോ. പക്ഷേ നമ്മൾ പല കാര്യങ്ങളും എൻഗേജ് ചെയ്ത് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് ബോധപൂർവം ഞാൻ നോക്കാറുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതായത് നമ്മൾ ബോധപൂർവം ഒരു കാര്യം, ഓക്കെ ഞാൻ ഒരു ഫിലിം കാണാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനായിട്ട് പോകുകയാണെന്നുള്ള ചിന്ത ഉണ്ടാക്കിയതിന് ശേഷം ചെയ്യുന്നതും, ഇത് ചിന്തിക്കാതെ ഇങ്ങനെ രാവിലെ തൊട്ട് ഇങ്ങനെ ട്രേഡിങ് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ഫുൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ സമയം കൊല്ലുന്നതും രണ്ടും രണ്ടാണ്. അത് മനസ്സിലാക്കണം. ആദ്യത്തേത് ഇൻറ്റൻഷനലി നമ്മൾ ഒരു കാര്യം കാണുന്നത്, രണ്ടാമത്തത് നമ്മൾ ഇൻറ്റൻഷനലി അല്ല കാണുന്നത്, നമ്മൾ ഇത് അഡിക്റ്റായിട്ട് കാണുന്നതും രണ്ടും രണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ടൈം സെറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെയധികം ബെറ്ററാണ്. ട്രേഡിങ്ങിന് ഒരു ടൈം സെറ്റ് ചെയ്യണം. അതല്ല എങ്കിൽ നമ്മൾ സ്ക്രീനിൽ ഇങ്ങനെ നോക്കിയിരിക്കുന്ന സമയം വളരെയധികം കൂടിയിട്ട് നമുക്കിതൊരു അഡിക്ഷൻ ആവാനുള്ള സാധ്യതകൾ വളരെയധികം ഏറെയാണ്. ഇനി അതായത് നമ്മൾ സൈക്കോളജിയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു സൈക്കോളജിസ്റ്റ് ഒന്നും അല്ല. എങ്കിൽ കൂടി ഒരു കാര്യം പറയുകയാണ്, നമ്മുടെ തലച്ചോറ് എന്ന് പറയുന്നത് ഒരു മടിയനാണ്. പുതിയതായിട്ടൊരു കാര്യം നമുക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതായത് നമ്മൾ ഒരു ഫോർ എക്സാമ്പിൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ എല്ലാ ദിവസവും കഴിഞ്ഞ ഒരു 4 വർഷമായിട്ട് അതിരാവിലെ ഒരു 4:45 അത് മഴയുണ്ടെങ്കിലും
ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളൊക്കെയായിട്ട് മഴയാണല്ലോ, അപ്പോൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. മഴയുണ്ടെങ്കിലും ഒരു 4:30 സമയത്ത് എണീക്കാറുണ്ട്. എണീറ്റിട്ട് നോക്കുന്നത് സ്ക്രീനാണ്. അതാണ് ഏറ്റവും സഹിക്കാൻ പറ്റാത്ത കാര്യം. അതായത് 4:30 നമുക്ക് ഉറക്കം കഴിഞ്ഞിട്ട് നമ്മൾ സ്ക്രീൻ നോക്കാന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ്. പക്ഷേ കഴിഞ്ഞ ഒരു 4:30 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. കാരണം പ്രീ മാർക്കറ്റ് നമുക്ക് ചെയ്യണം. അപ്പോൾ ഇത് ഒട്ടുമിക്ക ആളുകളെ സംബന്ധിച്ചും ഇതൊരു ഹാർഡ് വർക്കാണ്. 4:30ക്ക് എണീച്ച് സ്ക്രീൻ നോക്കിയിട്ട് ഡേറ്റ നോക്കിയിട്ട് ഇത് ചെയ്യാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ആ സമയത്ത് നമ്മൾ തന്നെ എഡിറ്റ് ചെയ്ത് നമ്മൾ തന്നെ ചെയ്യണമല്ലോ. അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇത് വലിയൊരു ഹാർഡ് വർക്കാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇത് ഒരുപാട് നാൾ ഇത് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതൊരു സോഫ്റ്റ് വർക്കായിട്ട് മാറിയിട്ടുണ്ട്. ഹാർഡ് വർക്കല്ല. കാരണം എൻ്റെ തലച്ചോറ് ഇത് എല്ലാ ദിവസവും 4:30 ആകുമ്പോൾ ട്രിഗറാവും, എണീക്കണം, ചെയ്യണം. അപ്പോൾ ഇത് എൻ്റെ ഒരു നിത്യജീവിതത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഒരു പുതിയൊരു സ്കില്ല് പഠിക്കാമെന്ന് വിചാരിച്ചു. അതായത് ഒരു ലാംഗ്വേജ് പഠിക്കാനാണ്. ഒരു ഫ്രഞ്ച് ലാംഗ്വേജ് പഠിക്കാം, അല്ലെങ്കിൽ ഒരു സംസ്കൃതം എന്ന് പറഞ്ഞ ഒരു പുതിയൊരു ലാംഗ്വേജ് പഠിക്കാനായിട്ട് എനിക്ക് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇതിനേക്കാളും എളുപ്പമായിരിക്കും ഒരു ഫ്രഞ്ച് ലാംഗ്വേജ് പഠിക്കാനോ അല്ലെങ്കിൽ പുതിയ ഏതൊരു ടെക്നോളജി പഠിക്കാനായിട്ട് ഇതിനേക്കാൾ ഇത്ര എഫേർട്ട് ഉണ്ടാവില്ല. പക്ഷേ എഫേർട്ട് കുറഞ്ഞ ഒരു കാര്യം എൻ്റെ തലച്ചോറ് ചെയ്യാൻ വളരെയധികം മടിയാണ്. എന്നാൽ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹാർഡ് വർക്ക് ചെയ്യാൻ യാതൊരു മടിയുമില്ല. തലച്ചോറ് അങ്ങനെയാണ്. അതായത് ഒരു കാര്യം ഇത് 2 വശമുണ്ട് കേട്ടോ. അതായത് ഒരു കാര്യം നമ്മൾ പഠിക്കാനായിട്ട് നമ്മുടെ തലച്ചോറിന് ഒട്ടും താല്പര്യമില്ല. ഇത് എനർജി സേവ് ചെയ്ത് ഇങ്ങനെ മടിയനായിട്ട് വെക്കാനാണ് തലച്ചോറിന് താല്പര്യം. പക്ഷേ ഞാൻ നേരത്തെ വീഡിയോയിലേക്ക് കടന്ന പോലെ തന്നെ നമ്മളിതൊരു ഹാബിറ്റാക്കി മാറ്റിയാൽ ഇത് ഒന്നും ചെയ്യണ്ട. പിന്നെ അത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ കീ കൊടുത്ത പാവേനെ പോലെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി പോയിക്കോളും. യാതൊരു നമ്മളൊന്നും എഫേർട്ട് ഇടണ്ട. ഇനിയിപ്പോൾ ഞാൻ എഫേർട്ട് ഇടാതെ തന്നെ ഞാൻ 4:30 എണീക്കും ചെയ്യും. ഇത് എനിക്കൊരു എഫേർട്ടേ അല്ല. അപ്പോൾ അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മളെ ഒരു ശീലം, നല്ല ശീലങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു 21 ദിവസം മാത്രമേ പ്രശ്നമുള്ളൂ. അപ്പോൾ 21 ദിവസം കഴിയുമ്പോൾ അത് നമ്മളൊരു ഹാബിറ്റായി മാറും. അതുപോലെ തന്നെ ഒരു മോശം ശീലവും അതുപോലെ തന്നെ പതിയെ പതിയെ മാറ്റാണെങ്കിൽ നമ്മളത് മറന്നു പോകും. ട്രേഡിങ്ങിലും അതുപോലെ തന്നെ നമ്മളൊരു പുതിയ ഒരു സ്ട്രാറ്റജിയും മറ്റുള്ള കാര്യങ്ങൾ ഒരു ദിവസം ചെറിയ തോതിൽ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ നമ്മളൊരു ഹാബിറ്റായിട്ട് മാറും. ഇങ്ങനെയാണ് നമ്മൾ ഹാബിറ്റിനെ നമ്മൾ ക്രാക്ക് ചെയ്ത് നമ്മളെ നിത്യജീവിതത്തിൽ ഉൾപ്പെടുത്തേണ്ടത്. പിന്നീട് ഇത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മൾ ഇത് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ലെങ്കിൽ, അതായത് കോൺസെൻട്രേഷൻ കിട്ടാനായിട്ടുള്ള കാര്യങ്ങളാണല്ലോ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. കോൺസെൻട്രേഷൻ കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ മൈൻഡ് കോൺസെൻട്രേറ്റ് ആവാനായിട്ട് ട്രേഡിങ്ങിൽ പല കാര്യങ്ങളും നമ്മൾ ഈസിലി അഡാപ്റ്റ് ചെയ്യാനായിട്ടുള്ള രണ്ടാമത്തെ മാർഗ്ഗം എന്ന് പറയുന്നത് നമ്മൾ പർപ്പസ്ഫുള്ളി അത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തക്കവണ്ണമുള്ള യോഗാസ് എല്ലാം തന്നെ ചെയ്യുക എന്നുള്ളതാണ്. യോഗയെല്ലാം തന്നെ ചെയ്യുന്നത് വളരെയധികം നമ്മുടെ ട്രേഡിങ്ങിൽ ഗുണം ചെയ്യും. അത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മൂന്നാമതുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അറ്റൻഷൻ കിട്ടുന്നില്ല എങ്കിൽ അതിൻ്റെ മേ ബി ഒരു റീസൺ നമുക്കൊരു അറ്റൻഷൻ ഡെഫിഷ്യൻസി ഉണ്ടാകാം. അത് മേ ബി ഒരു വൈറ്റമിൻസിൻ്റെ എല്ലാം തന്നെ ലാക്ക് ഓഫ് വൈറ്റമിൻസ് ആവാം. ഇപ്പോൾ പൊതുവേ ആളുകൾ പുറത്തേക്ക് ഇറങ്ങാറില്ല, അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഡി. അപ്പോൾ ഇപ്പം നിങ്ങൾ കേൾക്കുമ്പോൾ വളരെ ഫണ്ണി ആയിട്ട് തോന്നുമെങ്കിൽ കൂടിയും ഇപ്പോൾ ഒട്ടും അറ്റൻഷൻ കിട്ടുന്നില്ല എങ്കിൽ അതിൻ്റെ മേ ബി ഒരു റീസൺ അതൊരു മെഡിക്കൽ കണ്ടീഷൻ ആയിക്കൂടെ, മേ ബി ഒരു ഹോർമോൺ ഇൻബാലൻസ് ആയിക്കൂടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രേഡിങ്ങിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ എന്നാൽ പിന്നെ ഡോക്ടറെ കാണൂ എന്നല്ല ഞാൻ പറയുന്നത്. അറ്റൻഷൻ നമുക്ക് ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അതിൻ്റെ റീസൺ കാണാനായിട്ട് എന്തുകൊണ്ട് ഒരു വൈറ്റമിൻ ചെക്കപ്പ് ചെയ്തുകൂടാ. മേ ബി അതായിരിക്കാം നമുക്ക് ട്രേഡിങ്ങിൽ കോൺസെൻട്രേഷൻ കിട്ടാത്തതിൻ്റെ ഒരു റീസൺ. അപ്പോൾ മെഡിക്കൽ റീസൺ ആണെങ്കിൽ നമുക്ക് ആ രീതിയിലൂടെ ഓവർകം ചെയ്യാൻ സാധിക്കും. അതല്ല നമ്മുടെ മനസ്സിനാ പ്രശ്നമെങ്കിൽ നമ്മുടെ മനസ്സിന് ഒരു ചികിത്സ ചെയ്യാൻ സാധിക്കും. അതല്ല നമ്മുടെ ടെക്നിക്കലി നമ്മൾ സൗണ്ട് അല്ല എങ്കിൽ ടെക്നിക്കലി നമ്മൾ എൻഹാൻസ് ചെയ്യാനായിട്ട് പറ്റണം. അപ്പോൾ ഇതൊരു സർക്കിളാണ്. അപ്പോൾ ഇത് എല്ലാ മേഖലയും ഫുൾഫിൽ ആയാലാണ് ആക്ച്വലി നമുക്ക് ട്രേഡിങ്ങിൽ നിന്ന് പണം നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുകയുള്ളൂ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ ഒരു ഐഡിയ. ഈ ഒരു ഐഡിയ ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഐഡിയ ഒന്നുമില്ല കേട്ടോ. ഞാൻ വായിച്ചിട്ടുള്ള ബുക്സിൽ നിന്ന് ഗെയിൻ ചെയ്ത ചെറിയ ടോപ്പിക്കുകൾ നിങ്ങളായിട്ട് ഒരു വീഡിയോ രൂപത്തിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.